മലയാളികൾ കാത്തിരുന്ന പൊന്നോണത്തിന് ഇനി 3 ആഴ്ച മാത്രമാണ് ഉള്ളത്. ഈ സമയത്ത് സാധാരണക്കാരന് ലഭിക്കുന്ന ഏറ്റവും വലിയ ആശ്വാസ പദ്ധതി സാമൂഹിക സുരക്ഷാ പെൻഷൻ 2 മാസത്തെ ഗഡുക്കൾ, അതായത് 1600-ന്റെ 2 ഗഡുക്കൾ 3200 രൂപ ഈ മാസവും അടുത്ത മാസവുമായി നമ്മുടെ കൈകളിലേക്ക് എത്തിച്ചേരുന്നതാണ്. ഇതുമായി ബന്ധപ്പെട്ട സർക്കാരിൻ്റെ പുതിയ അറിയിപ്പിൽ ആദ്യ ഗഡു 1600 രൂപ വിതരണം ചെയ്യുന്നത് അടുത്ത ആഴ്ചയാണ്, അതായത് ഓഗസ്റ്റ് മാസത്തിൻ്റെ അവസാന ആഴ്ചയിലാണ്. എന്നാൽ ഈ ആഴ്ച പൊതു അവധികൾ വരുന്നതിനാൽ ബുധനാഴ്ചയ്ക്ക് ശേഷമായിരിക്കും സർക്കാരിൻ്റെ ധനസഹായ വിതരണം തുടങ്ങുക. കൂടാതെ ഓണം പ്രമാണിച്ച് സർക്കാരിൻ്റെ കുടിശ്ശിക ഇനത്തിലുള്ള പെൻഷൻ 1 ഗഡു കൂടി ഓണത്തിന് മുമ്പ് തന്നെ വിതരണം ചെയ്യുമെന്നാണ് ഇപ്പോൾ നമ്മൾക്ക് അറിയിപ്പ് വരുന്നത്. അതായത് ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ 3200 രൂപയായിരിക്കും ലഭിക്കുക. അതിനുശേഷം സെപ്റ്റംബർ അവസാനത്തിൽ സാധാരണഗതിയിൽ ലഭിക്കാറുള്ള പോലെ മുടങ്ങാതെയുള്ള 1600 രൂപയുമായിരിക്കും ലഭിക്കുക. അങ്ങനെ വരുമ്പോൾ 4800 രൂപയോളമാണ് ഈ 2 മാസങ്ങളിലായി നമ്മൾക്ക് ലഭിക്കുക. പെൻഷൻ വാങ്ങുന്ന എല്ലാ ഗുണഭോക്താക്കൾക്കും ഈ ആനുകൂല്യം ലഭ്യമാകും. സെപ്റ്റംബർ 30 വരെ മാസ്റ്ററിംഗ് ചെയ്യുവാനുള്ള തീയതി ദീർഘിപ്പിച്ചത് കാരണം എല്ലാവർക്കും ഈ തുക മുടങ്ങാതെ ലഭിക്കുകയും ചെയ്യും. ബുധനാഴ്ചയ്ക്ക് ശേഷം ലഭിക്കുന്ന ആദ്യ ഗഡുവും രണ്ടാമതായി കിട്ടുന്ന 1600 രൂപ തിരുവോണത്തിന് മുമ്പ് തന്നെ എല്ലാവരിലേക്കും എത്തിക്കുന്നതായിരിക്കും. 3000 കോടി രൂപയാണ് ഇതിനു വേണ്ടി സർക്കാർ കടമെടുക്കുന്നത്. ഇത് ക്ഷേമ പെൻഷൻ ഉൾപ്പെടെയുള്ള വിവിധ ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്നതിന് വേണ്ടിയാണ്. അതോടൊപ്പം നിർമ്മാണ തൊഴിലാളി, മറ്റു പെൻഷൻ വാങ്ങുന്നവർക്കെല്ലാം മുടങ്ങിക്കിടക്കുന്ന ആനുകൂല്യം ലഭിക്കുന്നതാണ്. ക്യാൻസർ രോഗികൾക്കും ആശ്വാസകിരണം പദ്ധതിയിലുള്ളവർക്കും സർക്കാർ നിശ്ചിത തുക നൽകുന്നതാണ്. അതുപോലെ തന്നെ റേഷൻ കാർഡുള്ള എല്ലാവർക്കും സഹകരണ ബാങ്കുകളോടനുബന്ധിച്ച് സഹകരണ വിപണികൾ ഉണ്ടാവും. 13-ൽ പരം ഉൽപ്പന്നങ്ങൾക്ക് സബ്സിഡിയും ഉണ്ടായിരിക്കും. ഓണത്തോടനുബന്ധിച്ച് ഉണ്ടാകുന്ന പുതിയ അറിയിപ്പുകൾക്ക് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വിവരം മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നതിനു വേണ്ടി ചാനൽ ഷെയർ ചെയ്യുക.